ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ഇഫ് എൽസിൻ്റെ ഒരു സൂപ്പർ ഓൾട്ടർനേറ്റീവ് മെത്തേഡായ സ്വിച്ച് കേസാണ്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഈക്വാലിറ്റി ചെക്സ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് സ്വിച്ച് കേസ് ഒരു ലൈഫ് സേവർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇമാജിൻ നമ്മുടെ കേസിൽ നമുക്ക് കുറേ ഇഫ് എൽസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഇവിടെ ഈ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എൽസിഫ് വെച്ചിട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറേ എൽസിഫ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. സോ ഇങ്ങനെ പല എൽസിഫ് ചെക്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോഡ് ലെങ്തി ആയിട്ട് തോന്നും, കുറച്ച് മെസ്സി ആയിട്ടൊക്കെ തോന്നും. സോ ഒരേ വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മൾ സ്വിച്ച് കേസാണ് ബെറ്റർ. സോ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ വാല്യൂ ആണ് കമ്പയർ ചെയ്യുന്നത്, EV വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തെടുക്കുന്നു. സോ ഇങ്ങനത്തെ കേസിൽ നമുക്ക് സ്വിച്ച് കേസാണ് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സ്വിച്ച് ബേസിക്കലി ഒരു സിംഗിൾ കമ്പാരിസൺ വാല്യൂ എന്ന് പറയാം. സോ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതാം. ഇവിടെ ആദ്യം സ്വിച്ച് കേസ് എഴുതണമെങ്കിൽ സ്വിച്ച് എന്നുള്ള കീവേഡ് തന്നെ കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ എഴുതണം ബേസിക്കലി. സോ നമ്മുടെ കേസിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ EV ആണ്, ഇവൻറ്റിൻ്റെ ഉദ്ദേശം നമ്മൾ എടുത്തത് EV ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഇടാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്നത് വെച്ചാൽ കേസ് എഴുതണം ആക്ച്വലി. ഓക്കെ, സോ കേസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ സ്പേസ് എന്ത് കേസാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വരുന്ന വാല്യൂ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്യണം ഇതാണെന്നുള്ളത് എന്ന് വെച്ചാൽ പ്ലെയർ അറ്റാക്ക് ആണെങ്കിൽ. എന്നിട്ട് കോളൻ, എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാല്യൂ ഇതാ. ഓക്കെ, ഇത് ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ അത് സക്സസ്ഫുള്ളി കണ്ടീഷൻ മാച്ച് ആവണമെങ്കിൽ ഇത് വരും. എന്നിട്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ട ഒരു മെത്തേഡാണ് ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് യൂസ് ചെയ്യണം. ബ്രേക്ക് എനിക്കറിയാം നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടില്ല. നമ്മുടെ ക്ലാസ്സസിൽ ബ്രേക്ക് എന്നുള്ള കീവേഡ് നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടില്ല, നമ്മൾ ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി. സോ നമ്മളിവിടെ കണ്ടീഷൻ എഴുതും, ലൈക്ക് കേസ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്താണ് നമുക്ക് റൺ ചെയ്യുന്നത് വെച്ചാൽ ആ പർട്ടിക്കുലർ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവൻറ്റിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ, ഇത് എക്സ്പ്രഷനാണ്. സോ എക്സ്പ്രഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കേസിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കേസ് വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേസിൽ കേസ് കറസ്പോണ്ടിങ് ഈ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് കണ്ടീഷൻ മീറ്റ് ആണെങ്കിൽ ലൈക്ക് ഇത് കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൺ ചെയ്യേണ്ട കോഡാണ് നമ്മൾ എഴുതുന്നത് ഇവിടെ. സോ ഈ കണ്ടീഷൻ ട്രൂ ആയി അല്ലെങ്കിൽ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റൺ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ബ്രേക്ക് കീവേഡാണ് ആക്ച്വലി. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഫോൾ ത്രൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്വിച്ചിലൊരു സ്പെഷ്യൽ ബിഹേവിയർ ഉണ്ട്, അതാണ് ഫോൾ ത്രൂ. സോ ബേസിക്കലി അതെന്താണെന്ന് വെച്ചാൽ കേസ് മാച്ച് ആണെങ്കിൽ അതിൻ്റെ കോഡ് കറസ്പോണ്ടിങ്ങിൽ ഇപ്പോൾ റൺ ചെയ്യും. നമ്മുടെ കേസിൽ ഇപ്പോൾ ഞാനൊരു കേസും കൂടി എഴുതാം. ഓക്കെ, കേസ് നമുക്ക് സ്ട്രോങ് അറ്റാക്ക് എഴുതാം. പ്ലെയർ അറ്റാക്ക് എഴുതി നമ്മൾ സ്ട്രോങ് അറ്റാക്ക് എഴുതാം. എന്നിട്ട് ഞാൻ ഇവിടെ മാച്ച് ആവണമെങ്കിൽ നമ്മൾ എന്ത് എഴുതാം എന്ന് വെച്ചാൽ log1.target monster എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ ബ്രേക്ക് കൊടുത്തു, സേവ് ചെയ്യാം. ഓക്കെ, സോ നമ്മളെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വിച്ചിലൊരു സ്പെഷ്യൽ ബിഹേവിയർ ഉണ്ട്, അതാണ് ഫോൾ ത്രൂ എന്നുള്ളത്. സോ നമ്മുടെ ഇതിൽ കേസ് ഏതെങ്കിലും ഒന്ന് മാച്ച് ആവണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കോഡായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക. സോ പ്ലെയർ അറ്റാക്കിലാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് കോഡായിരിക്കും നമുക്ക് റൺ ചെയ്യുന്നുണ്ടാവുക. സോ ബ്രേക്ക് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നെക്സ്റ്റ് കേസ് കോഡും കൂടി റൺ ചെയ്യും ആക്ച്വലി. സോ നമ്മൾ ഇത് സാറ്റിസ്ഫൈ ആയി ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതും കൂടിയും റൺ ചെയ്യും. ഓക്കെ, സോ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ചെയ്താണെങ്കിൽ ഇവിടെ ഞാൻ കേസ് 1 എഴുതി, എന്നിട്ട് കൺസോൾ ലോഗ് 1 എടുത്തു, അതിട്ട് കേസ് 2 എഴുതി കൺസോൾ ലോഗ് 2 എന്ന് കൊടുത്തു. സോ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 എഴുതും 2 എന്നും എഴുതും ബേസിക്കലി. സോ അത് ചെക്ക് ചെയ്യുക, അത് നിങ്ങൾ എഴുതുന്ന കണ്ടീഷനൊക്കെ പ്രോപ്പർ ആണെങ്കിൽ ലൈക്ക് ബ്രേക്കൊക്കെ പ്രോപ്പറായിട്ട് എഴുതുക. കാരണം നമുക്കിത് എക്സിക്യൂട്ട് ചെയ്താൽ മതി, ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ കേസിൽ. സോ അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് എഴുതി ഇവിടെ വെച്ചിട്ട് അത് ബ്രേക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ നമ്മൾ ബ്രേക്ക് ആഡ് ചെയ്യണം അൺലെസ് യു വാണ്ട് ദാറ്റ് ബിഹേവിയർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോളാം. അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ ബ്രേക്ക് ഹാൻഡിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഉള്ളത്. ഓക്കെ, മോസ്റ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ റിക്വയർമെൻ്റ് ആണ്. സോ നമുക്ക് താഴത്തെ കണ്ടീഷൻസ് ഒന്നും ഗോ ത്രൂ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബ്രേക്ക് യൂസ് ചെയ്യാം. ഓക്കെ,
പിന്നെ നമ്മളിപ്പോൾ വെച്ചാൽ ഇവിടുത്തെ ഇഫ് എൽസ് നമ്മൾ എഴുതിയത് അത് കൺവേർട്ട് ചെയ്യണം, സ്വിച്ച് കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ ഒരു ബിഗ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എൽസിഫ് ഉണ്ട്, നമ്മുടെ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മൾ പതുക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത്ര എഴുതി, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കേസും കൂടി എഴുതാം. അടുത്ത കേസിൽ ഞാൻ ലോഗ് മോൺസ്റ്റർ അറ്റാക്ക് ആണെങ്കിൽ പ്ലെയർ ഓക്കെ, എന്നിട്ട് ഇവിടെയും ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് കേസ് പ്ലെയർ ഹീൽ കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കിട്ടും. ബ്രേക്ക്. ഓക്കെ, ഇനി നമ്മൾ വെച്ചാൽ നമ്മൾ ഈ കണ്ടീഷൻസ് എല്ലാം എഴുതി. ഇനി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു ഇ വി പാസ് ചെയ്യുന്നുണ്ട്, അത് കണ്ടീഷൻ അത് പാസ് ചെയ്യുന്ന ഈ ഇവൻറ്റ് നമുക്ക് ഈ ഒരു കണ്ടീഷനും നമുക്ക് ഗോ ത്രൂ ലൈക്ക് സാറ്റിസ്ഫൈ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡീഫോൾട്ട് എഴുതണം. സോ അതിനാണ് ഡീഫോൾട്ട് യൂസ് ചെയ്യുന്നത്. സെയിം കീവേഡ് തന്നെ ഡീഫോൾട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിവിടെ നെക്സ്റ്റ് ലൈൻ എഴുതും ലോഗ് ഇവൻ ഡോട്ട് ടാർഗറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. നമുക്ക് ഈക്വൽ ടു ഞാനിവിടെ നണെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, സോ ഇങ്ങനെയാണ് ബേസിക്കലി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇഫ് എൽസിൻ്റെ ലോജിക്ക് കമൻ്റ് ഔട്ട് ചെയ്യാം, സേവ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അത്യാവശ്യം നമ്മൾ കോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്ലീനായി നീറ്റൊക്കെ തോന്നുന്നുണ്ടാവും. ഓക്കെ, സോ നമ്മൾ മൾട്ടിപ്പിൾ എക്സാക്റ്റ് മാച്ചസ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് കേസ് തന്നെയാണ് നല്ലത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ആക്ച്വലി എപ്പോഴാണ് ഈ സ്വിച്ച് കേസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ആണെങ്കിൽ. സോ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്വിച്ച് കേസിലെ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ കമ്പൈൻഡ് കണ്ടീഷൻസ് കോംപ്ലക്സ് ലോജിക്ക് എന്നൊക്കെയാണെങ്കിൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്വിച്ച് കേസൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനത്തെ കേസുകളിൽ. സ്വിച്ച് കേസ് എവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചെക്കിങ് ഇക്വാലിറ്റി ചെക്ക് ചെയ്യുന്ന ടൈമിൽ, പിന്നെ മാച്ചിങ് സ്പെസിഫിക് വാല്യൂസും ചെയ്യേണ്ട സമയത്ത്, പിന്നെ റീപ്ലേസിങ് അത്യാവശ്യം വലിയ ഇഫ് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്വിച്ച് കേസ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇഫ് കണ്ടീഷൻസ് ഗെറ്റ് കോംപ്ലക്സ് ബേസിക്കലി എന്ന് വെച്ചാൽ അത്യാവശ്യം കണ്ടീഷൻ സ്വിച്ച് കേസിൽ അത്യാവശ്യം ഇഫ് എൽസ് കണ്ടീഷൻ ഭയങ്കര കോംപ്ലക്സ് ആണെങ്കിൽ നിങ്ങൾ ഇഫ് എൽസ് തന്നെ യൂസ് ചെയ്യുക. പക്ഷേ എപ്പോഴും റീഡബിൾ കോഡാണ് ഓൾവേസ് പ്രയോറിറ്റി എന്ന് മനസ്സിലാലോചിക്കാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ സ്വിച്ച് കേസ് പഠിച്ചു. സിമ്പിളാണ് സ്വിച്ച് കേസ്. സ്വിച്ച് കേസ് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിലെ ലൈക്ക് ഒരു എക്സ്പ്രഷനാണ്. നമ്മൾ ഇഫ് എൽസിൻ്റെ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. സോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്വിച്ച് ബ്രാക്കറ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ വെച്ചാൽ നമ്മൾ എഴുതും കറസ്പോണ്ടിങ് ഒരു കേസ് എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ എഴുതും എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് സാറ്റിസ്ഫൈ ആണെങ്കിൽ കറസ്പോണ്ടിങ് കോഡ് എക്സിക്യൂട്ട് ആകും. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരും, സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് വരും. അത് ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കേസസും കൂടി എക്സിക്യൂട്ട് ആകും. സോ നമ്മൾ എഴുതിയ കേസസ് ഇപ്പോൾ ഒന്നും മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടിലേക്ക് വരും ബൈ ഡീഫോൾട്ട്. എന്നിട്ട് ഈ കറസ്പോണ്ടിങ് കോഡ് റൺ ചെയ്യും. എന്നിട്ട് തിരിച്ച് എക്സിറ്റ് ചെയ്ത് വരും സ്വിച്ച് കേസിൻ്റെ. സോ ഇതാണ് ജാവാസ്ക്രിപ്റ്റിലെ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് സിമ്പിൾ, നീറ്റ്, സ്ട്രക്ചേർഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈക്വാലിറ്റി ചെക്സിനൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് നമ്മൾ സ്വിച്ച് കേസ് യൂസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ സ്വിച്ച് കേസ്. നിങ്ങൾ പുറത്ത് റിസോഴ്സസ് ഉണ്ട് അത്യാവശ്യം. എൻ്റെ ക്ലാസ് ഗോത്രൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ റിസോഴ്സ് ഗോത്രൂ ചെയ്യുക. പുറത്തെ റിസോഴ്സസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വിച്ച് കേസ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് ലോട്ട്, ബൈ.